ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. മീറ്റിംഗ് കഴിഞ്ഞോ സാറേ? DGP ആയിട്ടുള്ള മാധവേട്ട അത് കഴിഞ്ഞ മാസം നടന്നൊരു മർഡറിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ റീഓപ്പൺ ചെയ്യാൻ വേണ്ടി വിളിച്ചത്. അതിൻ്റെ ഫയൽസൊക്കെ ഒന്ന് സോർട്ട് ചെയ്ത് വെക്കാൻ അബിയോട് പറഞ്ഞേക്ക്. എന്തോ മെയിൽ അയച്ചുകൊണ്ട് ദേവ് പറഞ്ഞു. ശരി സാർ. ചായ എന്തെങ്കിലും വേണോ സാറിന്? നോ താങ്ക്സ്. എന്നാൽ ചേട്ടൻ പോയിക്കോ. അതെ മാധവേട്ട. പോവാനെ തിരിഞ്ഞ് അദ്ദേഹം തിരിഞ്ഞു നോക്കി. എന്താ സാർ? ആ CI ഇതുവരെ വന്നില്ലേ? ഇപ്പോൾ എത്തും സാർ. വന്നതിനൊന്ന് കാണാൻ പറ. ഓക്കെ സാർ. മേ കമിൻ സാർ? യെസ് കമിൻ. ദേവ് വിളിച്ചു പറഞ്ഞു. തൻ്റെ പ്രായം തോന്നിക്കുന്ന ഒരാൾ അവന് മുമ്പിലായി വന്ന് സല്യൂട്ട് ചെയ്തു. സർ, CI അരുണാണ്. മനസ്സിലായി. കഴിഞ്ഞ ഒരാഴ്ച ലീവിലായിരുന്നല്ലോ. ലീവ് കഴിഞ്ഞ് ജോയിൻ ചെയ്യുന്ന എന്തെങ്കിലും നേരത്തെ വന്നൂടെ? ദേവ് ഫയൽ വായിച്ചുകൊണ്ട് അവൻ്റെ മുഖം നോക്കാതെ പറഞ്ഞു. സോറി സർ, മോൻ്റെ മൂക്കിൻ്റെ പാലം അവൻ്റെ ക്ലാസ്സിൻ്റെ 2 പെൺകൊച്ചുകൾ പൊട്ടിച്ചു. അത് സംബന്ധിച്ച് സ്കൂൾ വരെ പോകാനുണ്ടായിരുന്നു. അരുൺ അറ്റൻഷനായി റെസ്പെക്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു. ഓഹോ, താനിരിക്കും. അവൻ്റെ മറുപടിയായിട്ട് സത്യം പറഞ്ഞ് ഞെട്ടിപ്പോയും ദേവ്. കാരണം സാധാരണ ആൺകുട്ടികളാണ് ഇങ്ങനെയൊക്കെ ചെയ്യാറ്. എന്തോ ഒരാഴ്ച ലീവ് എടുത്ത്? അതൊന്നും പറയണെൻ്റെ സാറ്. എൻ്റെ ഭാര്യ പ്രസവിച്ചു. കല്യാണം രജിസ്റ്റർ മാരേജ് ആയതുകൊണ്ട് തനിച്ചാ താമസം. മകന് വയസ്സ് 4 ആയി. എന്നിട്ട് എൻ്റെ വീട്ടിൽ പണക്കം തീർന്നിട്ടില്ല. കാരണം മകനൊരു അനാഥ പെണ്ണിനെ കെട്ടിയത് അവർക്ക് ഇഷ്ടമായില്ല. ഇപ്പോഴേ 2ാമത്തെ കൊച്ചുമായി. പെൺകുട്ടിയാണ്. ശരിക്കും പറഞ്ഞാൽ അവളെ പോലെ ഒരു സുന്ദരി കൊച്ച്. അപ്പോൾ അവളുടെ കാര്യങ്ങൾ നോക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ലീവ് എടുത്തത് സാർ. അതൊക്കെ കേട്ട് ദൈവം അല്ലാതെയായി. തൻ്റെ ലച്ചു ഇതേ അവസ്ഥയിലൂടെ അല്ലേ പോയിട്ടുണ്ടാവുക. ഇന്ന് ഈ പെൺകുട്ടിക്ക് അരുണുണ്ടായിരുന്ന ഭർത്താവിൻ്റെ സ്ഥാനത്ത് നിന്ന് അവൾ ഒറ്റക്കാക്കാതെ എല്ലാം ചെയ്തു കൊടുക്കാൻ. പക്ഷെ തൻ്റെ ലച്ചു ഒറ്റക്കല്ലേ. അവൾ എന്ത് ചെയ്തിരിക്കും അന്നേരം? അവൻ്റെ ചങ്കിലാരം മുള്ളുകൊണ്ട് കുത്തിയ അവസ്ഥയിലായിരുന്നു അവൻ. സർ, ദേ നോക്ക് എൻ്റെ മോള് എന്ന് പറഞ്ഞ് അരുൺ വിളിച്ചപ്പോഴാണ് ദേവ് ചിന്തയിൽ നിന്ന് പുറത്തേക്ക് വന്നത്. വളരെ സന്തോഷത്തോടെയാണ് അവൻ ഫോട്ടോ കാണിച്ച് ഓരോന്ന് പറയുന്നു. ശരിയാണ്, അവൻ പറഞ്ഞ പോലെ ഒരു സുന്ദരി കൊച്ച്. കാണുമ്പോൾ തന്നെ ഒന്ന് ഉമ്മോക്കാൻ തോന്നിപ്പോ. തൻ്റെ കുഞ്ഞ് ഇങ്ങനെയായിരിക്കില്ല ഉണ്ടായത്. മോളാണോ അതോ മോനാണോ? അതുപോലും അറിയാത്തൊരു നിർഭാഗ്യവാനായ അച്ഛനായി പോയി താൻ. സർ, എന്താലോചിച്ച് നിൽക്കുകയാണ്? ഒന്നുമില്ല. അല്ല, എന്തിനാ തൻ്റെ മകനെ മൂക്കിടിച്ച് പൊട്ടിച്ച ആ പിള്ളേര്? അതവന് കൊള്ളേണ്ടത് തന്നെയാണ് സാറേ. ആ പിള്ളേർ ടിൻസാണേ. അവിടെ അച്ഛനില്ലെന്നും മറ്റും എൻ്റെ മകൻ പറഞ്ഞു പോലും. അതിനാ കുട്ടികളെ ഇടിച്ച് വരുത്തി മൂക്കിന്. എന്തോ പേരൻസ് പ്രശ്നമായിട്ട് ഒരുമിച്ച് കഴിയില്ലെന്ന് തോന്നുന്നു ആ പിള്ളേരുടെ അച്ഛൻ. ആ കുട്ടികളുടെ അമ്മ അവിടെ ടീച്ചർ തന്നെയാണ്. പാവം പെൺകുട്ടി. അങ്ങനെ പ്രിൻസിപ്പളൊക്കെ ഉണ്ട് കംപ്ലൈൻ്റ് ഉള്ളതെന്ന് പറഞ്ഞാൽ വന്ന്. തെറ്റെൻ്റെ മാൻ്റെ ഭാഗത്താണല്ലോ. ഇത്രയൊക്കെ സംസാരിച്ചപ്പോൾ അവന് മനസ്സിലായി അരുൺ നല്ലൊരു സംസാരപ്രിയനാണെന്ന്. അരുണിനെ അങ്ങ് ബോധിച്ച് ദേവിന്. തിരിച്ചരുൺ. കാരണം കൂടെ ജോലി ചെയ്യുന്നവരൊക്കെ പറഞ്ഞ് ഒരു മൂഷയുടെ സ്വഭാവമാണ് സാറിൻ്റെ. പക്ഷേ സാറിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ടെന്ന് അരുൺ മനസ്സിലാക്കി. അങ്ങനെ കേസിൻ്റെ കാര്യങ്ങളും മറ്റും സംസാരിച്ചവർ. ഇന്ന് അരുൺ പറഞ്ഞ പോലെ തൻ്റെ കുഞ്ഞു അച്ഛനില്ലേ എന്നുള്ള പരിഹാസത്തോടെ ആയിരിക്കില്ലേ കടന്നു പോകുന്നത്. അവൻ അച്ഛനോട് ദേഷ്യം തോന്നില്ലേ? ഇത്രയും പരിഹസിക്കപ്പെടുന്ന അച്ഛൻ കാരണമാണെന്ന് ഓർത്ത്. ഏതവസ്ഥയിലായിരിക്കും ലച്ചുവും കുഞ്ഞും കടന്നു പോകുന്നു? ആരെപ്പോലെ ആയിരിക്കും തൻ്റെ കുഞ്ഞ്? അവനൊരു ദിവസം ലച്ചു തൻ്റെ നെഞ്ചിൽ കിടന്ന് ചോദിച്ച് ഓർമ്മ വന്നു. ദേവിന് ആൺകുഞ്ഞാണോ അതോ പെൺകുഞ്ഞാ വേണ്ടത്? എനിക്ക് ഒറ്റവടിക്ക് 2 പക്ഷി മതിയടി. അപ്പോൾ താൻ മറുപടി എടുത്ത് ഇങ്ങനെയായിരുന്നു. എന്തോന്നാ എന്ന് പറഞ്ഞ് ലച്ചു നെഞ്ചിലും തലയോത്ത് ചോദിച്ചു. എടി പെണ്ണെ, നമുക്ക് ഇരട്ടകൾ മതിയെന്ന്. അയ്യടാ, എന്നിട്ട് ദേവ് നോക്കൂ രണ്ടുപേരെയും. പറയുന്ന പോലെ അത്ര എളുപ്പമല്ല ACP സാറേ. നോക്കുവടി നോക്കൂ. കുട്ടികളെ മാത്രമല്ല നിന്നെ പ്രസവം കഴിഞ്ഞ് പരിചരിക്കാൻ പോകുന്ന ഈ ഞാനാ. അതിന് ഞാൻ സമ്മതിച്ചിട്ട് വേണ്ടേ? ഞാൻ നിന്റെ കൂടെ താമസിക്കില്ല. അന്നേരം ഇയാൾ എന്ത് ചെയ്യും? ലച്ചു മൂക്ക് വലിച്ചുകൊണ്ട് ചോദിച്ചു. നീ എവിടെ പോകുന്നു അവിടെ ഞാനുണ്ടാവും. ലച്ചു ഇല്ലാതെ ദേവ് ഇല്ലടി. സർ, സർ. ഡ്രൈവർ വിളിക്കുന്നതായിട്ടാണ് ദേവ് ബോധത്തിലേക്ക് വന്നത്. ഇത്ര നേരം താൻ തന്നെ ലച്ചുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന നല്ല നിമിഷങ്ങളായിരുന്നു. ഓർമ്മയിലായതുകൊണ്ട് തന്നെ കണ്ണ് രണ്ടും നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് സാർ, കുറച്ചു നേരം ഫ്ലാറ്റിന് മുമ്പിലെത്തിയിട്ട് സാറെന്തോ ചിന്തയിലായിരുന്നു. പുറത്തേക്ക് ഇറങ്ങുന്നില്ലെന്ന് ചോദിക്കാനാണ് വിളിച്ചത്. ഓക്കെ. പിന്നെ താൻ നാളെ വരണമെന്നില്ല. ബൈക്കണല്ലോ, ഐ ക്യാൻ മാനേജ്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചേക്കാം. ഓക്കെ സാർ. അതും പറഞ്ഞുകൊണ്ട് ആ ഇന്നോവ കാർ ഫ്ലാറ്റിൻ്റെ ഗേറ്റ് കടന്നു പോയി.